സാധനം കയറിപ്പോയോ? നമ്മുടെ സ്ഥിരം പ്രഷർ, നമ്മുടെ ഈ ലീ സ്റ്റോക്സ് യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്ന സ്ഥിരം പ്രഷർക്ക് അറിയാം, ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നത്. അത് ഏത് കാരണം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇത് ഞാൻ ശരിക്കും എൻ്റെ സ്ഥിരം ലീ സ്റ്റോക്സ് യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇടുന്ന ഒരു ഇൻട്രോ അല്ല. ഈ വീഡിയോ എന്തായാലും ബൈ ചാൻസ് ആളുകൾ കാണുമെന്ന് എനിക്കറിയാം, അവർക്ക് വേണ്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ എന്തായാലും കമൻറ്റ് വരുന്ന ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പം ലൈക്കിന് വേണ്ടി ഇങ്ങനെ എന്തിനാ ചെയ്യാൻ പോയ, സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇങ്ങനെ എന്തിനാ ചെയ്യാൻ പോയെന്നൊക്കെ ചോദിച്ച ആൾക്കാർ കമൻറ്റ് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലൈക്കും വേണ്ട, സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണ്ട. നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ ലൈക്കോ സബ്സ്ക്രൈബേഴ്സിനോ തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ല, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാതെ. അപ്പോൾ ഇനി എന്തെങ്കിലും കമൻറ്റ് ഇടാം, ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെടിച്ച് കമന്റ് ഇടണം എന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളെ ഒന്ന് എന്താ പറയുക, നമ്മളെ ഒന്ന് കൊത്തിക്കൊണ്ടൊരു കമന്റ് ഇടുന്ന വിചാരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മുന്നേ ഇട്ടിട്ടുള്ള ഇതിന്റെ പുറകിൽ ഒരു 300 വീഡിയോ ഉണ്ട്, 100 വീഡിയോയ്ക്ക് മേലെ ഉണ്ട്. അതിൽ 1-2 വീഡിയോ എടുത്ത് കണ്ടിട്ട് ഇതും കൂടെ കണ്ടിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. തുറന്നു പറയാം, ഈ വീഡിയോയിൽ ഡോഗ് ബൈറ്റ് ചെയ്യുന്ന സീനുണ്ട്. അപ്പോൾ ഇത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേറെ വീഡിയോ നോക്കി പോവാം. ഇതെൻ്റെ പ്രേക്ഷകരോടല്ല പറയുന്നത്, ഈ ബൈ ചാൻസ് വന്ന ആൾക്കാരോടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കണ്ടന്റ് ഇത് തന്നെയാണ്. എല്ലാവരെയും കടിക്കുമെന്ന് ഉറപ്പുള്ള ഡോഗുകളുടെ ഓണേഴ്സ് എനിക്ക് ചലഞ്ച് ചെയ്യുന്നു. അവരുടെ ഡോഗിനെ എൻ്റെ കൂടെ ഇണക്കോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിർത്താൻ പറ്റുമോ എന്ന് അവർ നോക്കാൻ വേണ്ടി ചലഞ്ച് ചെയ്യുന്നു. ആ ഡോഗുമായിട്ട് എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഞാൻ ഉണ്ടാക്കി അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു കണ്ടന്റ്. അത് ലൈവായിട്ടാണ് ചെയ്യുന്നത്. എന്താണോ നമ്മൾ ഒരു ഡോഗിൻ്റെ അടുത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന മുതൽ തീരുന്ന വരെയുള്ള ഒരു സംഭവമാണ് നിങ്ങളെ ഈ ബ്ലോഗിലൂടെ കാണിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു കണ്ടന്റ് കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സ്വാഭാവികമാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഇട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടും കൂടെ പറയുകയാണ്, ഇതൊരു ചലഞ്ചിങ് കണ്ടന്റ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു അപകടവും പറ്റില്ല എന്ന് ഗ്യാരണ്ടി പരമായിട്ട് നമ്മൾ ഒരു ഡോഗിൻ്റെ അടുത്തേക്ക് ചലഞ്ച് ചെയ്യാൻ പോയിട്ട് ഒന്നും സംഭവിച്ചിട്ട്, അതായത് ഡോഗ് ഒന്നും നമ്മൾ ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം അത്രയും പ്രൊട്ടക്ഷൻ നമ്മൾ പോയിട്ട് വലിയ അർത്ഥമൊന്നുമില്ല, അത് ചലഞ്ചിങ് കണ്ടന്റ് ആകുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കണ്ടന്റിന്റെ ഒരു തീം. അപ്പോൾ ഇതുമായിട്ട് യോജിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. നെഗറ്റീവ് ഇടുന്നതുകൊണ്ട് എനിക്ക് ഒരു വിരോധമില്ല കേട്ടോ, നിങ്ങൾ ഇട്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലൈക്കിന് വേണ്ടിയാണ്, അതിന് വേണ്ടി ഇതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ആരും വരണ്ട, എനിക്ക് നിങ്ങളുടെ ആ സപ്പോർട്ടൊന്നും വേണ്ട. നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഓൾറെഡി നമുക്കുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കണ്ട ആൾക്കാരോട് മാത്രം പറയാൻ കേട്ടോ. അപ്പം കടിയുണ്ട്, താല്പര്യമുണ്ട് മാത്രം കാണാം, ഇല്ലെങ്കിൽ കാണണ്ട. ഓക്കെ. അപ്പോൾ നമസ്കാരം. നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ ഏകദേശം എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ടോ പരിചയം. ഇത് നമ്മുടെ കടൽ കൊമ്പൻ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കടൽ മാക്കറി. ഓക്കെ. മുച്ചന്റെ പേര് കടൽ മാക്കറി എഡ്വിൻ. ശരിക്കും പേര് ശ്രീരാജ്. അത് പേര് ആർക്കും അറിയില്ല. അപ്പൊ എന്തായാലും നമ്മള് പറഞ്ഞങ്ങ് തീർപ്പിന്നില്ല, കാര്യം പറയാം. ഇങ്ങനെ നമ്മുടെ ഒരു റീലിന്റെ ഇടയ്ക്ക് മച്ചാനെ എങ്ങോട്ട് മെൻഷൻ ചെയ്യുന്നത് ആദ്യം എനിക്ക് ഇതിന് മുന്നേ ഏതോ റീലില്ലേ, ഒരു മാസം മുന്നാണ് അല്ല ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താണ്. അപ്പൊ ഞാൻ മച്ചാന്റെ ഇതിൽ കയറി നോക്കിയപ്പോഴും ഈ പറഞ്ഞ ഡോഗ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. രണ്ടുപേരും ഫിഷിങ്ങിന്റെ സംഭവം മാത്രമേ കാണുന്നുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഈ ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ഒരു റീതിൽ ഇട്ടപ്പോഴാണ് നമ്മള് ഡയറക്റ്റ് ഞാൻ മെസ്സേജ് ഒരു മുതലുണ്ട്, നമ്മളൊരു കിടിലം പട്ടിയോർന്നുണ്ട്. അപ്പൊ ആരൊക്കെ ഉണ്ട് കഴിഞ്ഞാലും ഭയങ്കര അഗ്രഷനാണ്. അതുപോലെ ആരെയും അകത്തേക്ക് അങ്ങനെ പോലെ പേർക്ക് കടിയും കിട്ടിയിട്ടുണ്ട്. മെയിൻ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ ചേട്ടനോട് സംശയം ചോദിക്കാൻ വേണ്ടി ഇവിടെ സ്ഥിരം വന്നത്. എന്റെ വീടും ചേട്ടന്റെ വീടും എല്ലാവർക്കും അറിയില്ല, അടുത്തടുത്താണ്. അപ്പൊ ചെറിയ ചെറിയ സംശയങ്ങൾക്കാണെങ്കിൽ രാത്രി 10 മണിക്ക് 9 മണിക്ക് പകല് വന്ന, രാത്രി വന്നാൽ കുഴപ്പമില്ല, കുറെ ഉണ്ടാവൂല. പകല് വന്നാലും അവന് കട്ടിച്ച് തിന്നണോന്നുള്ള ദേഷ്യമുള്ളത്. അത്രക്കും എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, കുറച്ച് വീഡിയോസ് നമ്മൾ കണ്ടു, ധൈര്യം കിട്ടിയില്ലേ? ചേട്ടനെ കണ്ടപ്പോ ചേട്ടനെ അടിപൊളിയാണെന്ന് മനസ്സിലായി. അതല്ല എന്റെ കാര്യം അല്ല പറഞ്ഞേ, ധൈര്യം ഇപ്പൊ ഞാൻ അങ്ങോട്ട് തരുന്നു, ആവാഹിച്ച് തരുന്നു. മച്ചാൻ എന്ത് ചെയ്യാന്നറിയോ? ഇപ്പം എഡ്വിൻ മച്ചാൻ വീടിനുള്ളിൽ കയറും, ഡോഗ് കൂടിന്റെ പുറത്തുണ്ട്. കൂട്ടിന്റെ അഴിച്ചു വിടുന്ന ഡോഗാണല്ലോ. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ, ഈ പറഞ്ഞ പോലെ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കാണിക്കുന്നില്ല. അപ്പൊ കുറയ്ക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ഡോഗിന് വരുന്ന ടോഗോനെ എഡ്വിൻ മച്ചാൻ തുറന്നങ്ങ് വിടുക. അവൻ അകത്തോട്ട് എന്തായാലും കടിക്കും. കേറിക്കോ? അപ്പൊ കടിക്കല അടി നമ്മള് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം. നാളെ നമ്മുടെ കടൽ കൊമ്പന്റെ വീഡിയോയില് വേറൊരു കണ്ടന്റും കൂടെ സാധനങ്ങൾ വരും. പട്ടി കടിച്ചതല്ല, ഇത് പട്ടീനെ ഇണക്കി കഴിഞ്ഞാൽ തീർന്നു സംഭവം. ഇത് ഭയങ്കര അഗ്രഷൻ. ഞാനിപ്പോ സ്ഥിരം വന്നതല്ലേ, ഞാൻ ഇടയ്ക്കൊക്കെ എപ്പോഴും വന്നു. പക്ഷെ എന്നാലും അവൻ ഭയങ്കര നാടൻ പട്ടിയുമാണ് ആള്. അവനെ എനിക്കൊരു വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ മസിലൊക്കെ ഭയങ്കര ആണല്ലോ അവന്റെ. കുറക്കും. ഏതിലാ വരുന്നത് നോക്കാട്ടോ, ഏതിലാ അറിയില്ല. പിന്നെ ഈ കാണുന്ന പുറകിലുള്ള എവിടെ വന്നേ, വാ
കുറച്ച് പേരുണ്ട്. അപ്പം മച്ചാൻ കടി കിട്ടിയായിരുന്നു അല്ലല്ലോ? ഇതൊക്കെ ഇത് നോക്കിയേ ഫയറാണ്. ഇവന്റെ പേരെന്തായിരുന്നു? ടോഗോ. ടോഗോ നിനക്ക് പുതിയൊരു കടിക്കാനുള്ള ആളെ ഞാൻ പിടിച്ചരാം. പുള്ളിനെ അപ്പൊ നമ്മള് സാധാരണ ചില ഒരു കാര്യം വന്ന വരെ വേണ്ട. എടാ എവിടെ വന്നേ നിന്റെ ഞാൻ അങ്ങോട്ട് വരട്ടെ, ഉള്ളിലേക്ക് കയറിയല്ലേ? ഉള്ളിലേക്ക് ടോഗോ. അപ്പൊ നമ്മുടെ ഇവന്റെ ഫേസ് കിട്ടുന്നില്ലല്ലോ. നമ്മുടെ എഡ്വി മച്ചാനെ വീഡിയോ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ ഒരു പുതിയൊരു ഫ്രണ്ടാണ്, മച്ചാനാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്, നമ്മുടെ ഒരു ഫ്രണ്ടും ആണ്. അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. ഇവന്റെ ഇപ്പൊ ഉള്ളിലേക്ക് കയറണം. ഇപ്പൊ ഇവിടുന്ന് അഴിഞ്ഞു പോകാൻ പാടില്ല. ഇവന്റെ പേര് വീണ്ടും പറഞ്ഞു. അവരെ കാണിച്ചത് അതിലുണ്ട്. ടോഗോ എവിടെ ഉള്ളിലൊന്ന് കയറട്ടാ. ഞാൻ ഇവിടെ കയറട്ടെ ടോഗോ? ചേരട്ടാ ഷെയ്ക്കാൻ തരാ. ഷെയ്ക്കാൻ ഷെയ്ക്കാൻ ഷെയ്ക്കാനാണാ. ഇവന്റെ എക്സ്പ്രഷനൊക്കെ ഉള്ളി നിലപ്പം കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ വരാം. നമുക്കൊരു കുറച്ചേരം കൊച്ചു വർത്താനം പറയാം. കൂടെ ടോഗോ. സുന്ദരനാണല്ലോ. സുന്ദരൻ എവിടെ എവിടെ? ആ നമ്മള് വീഡിയോ കണ്ടോലെ അല്ല അടുത്ത് സൈസൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു നാടൻ ഡോഗ് എന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു സൈസ് കുറവായിരിക്കുന്നു. അതിന് മേലെ നോക്കി ടോഗോ കേട്ടാ. ആള് സൈസുള്ള ആള് തന്നെ കേട്ടോ ടോഗോ. ഒരു പിറ്റ്ബുളിനൊക്കെ ലുക്ക് ഉണ്ടല്ലോ മുഖമൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. കടിച്ച ചെറിയ കടിയെന്നല്ല കടിക്ക അല്ലേ ടോഗോ? ബാ ഇവിടെ അടുത്തൂടെ പോരോ മച്ചാൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. മറ്റേ ഇവനെ ഈ ടെറർ കൂടിയെന്ന് പറഞ്ഞാൽ ഇവനെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടായെന്ന് പറഞ്ഞു കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടായിട്ട് ഇങ്ങനെ പിടിച്ചു എന്തായിരുന്നു കൂടിയതല്ലേ? അപ്പൊ ഈ ഗേറ്റ് തുറന്ന് ഉള്ളിൽ കടൽക്കാരന്റെ ഭാഗം എനിക്കൊരു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞേ. നീ കയറുന്നോ? വാ ഒരുമിച്ച് കയറാം. ദുബായ് പോവില്ല. പട്ടികടി ദുബായിട്ട് ഒരു ബന്ധമില്ല. വാടാ മാറ് അങ്ങോട്ട് നോക്കിയാ ഞാൻ കയറട്ടെ. ചെല്ലടാ എടാ അങ്ങ് മാറടാ. ഞാനും കേറിട്ടെ. ഞാൻ കേറിട്ടെ അങ്ങോട്ട് കേറിട്ടെ പുള്ളി കയറട്ടെ. ഉമാരെയൊക്കെ നമുക്ക് അവസരം ഒപ്പിച്ചു തരാം. ഞാൻ കയറി വരാം അങ്ങോട്ട്. കയറിട്ടെ. ആ മച്ചനെ ക്യാമറ കാണിച്ചേ. ചെക്കനെ കാണിച്ചിട്ടാ. ഇതാണ് ചെക്കൻ. എവിടെ? ആ എന്താണ് അങ്ങ് കയറി വരണ്ടേ? ഞാൻ ഒന്ന് കയറി വന്നോട്ടെ. കയറി വന്നോട്ടെ. കയറി വരട്ടാ. കാലെ പിടിക്കും. ഞാൻ അങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ടല്ലേ നമുക്ക്. ഇപ്പൊ സമയം ഇപ്പൊ എത്ര ക്യാമറ ഓടുന്ന റോളിങ്ങില്? 7 മിനിറ്റിലായിട്ടുള്ളൂ.
മച്ചാൻ എത്ര നാളായി വീട്ടിൽ വരുന്നു? എപ്പോഴും വരുന്നേ. അപ്പൊ നമ്മള് വരുന്ന ഞാനും ഡോഗും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ 7 മിനിറ്റ് ആയിട്ടുള്ളൂ. നമ്മുടെ എന്ത് പേരെന്തായിരുന്നു? ശ്രീരാജുമായിട്ട് ചെറുപ്പം മുതലേ ഡോഗിന് ചിലപ്പോ കണക്ഷൻ ഉള്ളതാണ്. അപ്പൊ കണക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അതായത് കാണുന്നതാണ്. അപ്പൊ നമ്മൾ 7 മിനിറ്റ് കൊണ്ട് ഉള്ളിലേക്ക് ഒരു ഗേറ്റിലേക്ക് കയറാന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്. ഒരു 10 മിനിറ്റ് ആകട്ടെ, എന്നിട്ട് നമുക്ക് കയറാം. അല്ലേ? പോയാ എവിടെ? എടാ, അവന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. ടോഗോ. ഒരു ഉമ്മരാ കയ്യിലങ്ങോട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങോട്ട് കയറിട്ടെ. കേറട്ടെ. മാറ് അങ്ങോട്ട് പോടാ. പോടാ അവിടെ കേറി വരട്ടെ. ഞാൻ ഒരാള് വീട്ടിലേക്ക് കയറുന്നത് എങ്ങനെയാണാ? നമുക്ക് നോക്കാം. ഒരു 8 മിനിറ്റിലായിട്ടുള്ളൂ, 9 മിനിറ്റിലായിട്ടുള്ളൂ. 10 മിനിറ്റ് നോക്കാം. ഒരാള് വീട്ടിലേക്ക് കയറുക നമ്മൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അങ്ങനെയാണോ പെരുമാറുന്നത്? ആളെത്തിരി മുമ്പിട്ട് ഇറങ്ങാട്ടാ അല്ലേ? നീ ഏതിന്റെ ക്രോസ്? നീ പിറ്റുള്ള ക്രോസ്. മുഖത്തേക്ക് നോക്കി. ഇവിടെ നോക്ക്, മുഖത്ത് നോക്ക്. കയ്യിലല്ല നോക്കണ്ട, എന്റെ മുഖത്ത് നോക്ക്. അങ്ങോട്ട് കയറി, ഞാൻ അങ്ങോട്ട് കയറി. ഓക്കെയാണോ? കമ്പനി ആയാലോ? നമുക്ക് കമ്പനി ആയാലോ? നടക്ക്. കയ്യിലേക്ക് ഇതൊക്കെ ഡയറക്റ്റ് ഒറ്റപ്പെടുത്താ. കയ്യിലേക്ക് മുറിച്ചില്ലട്ടാ. മുറിച്ചില്ല. കമ്മിയതുള്ളു. അതില് വട്ടം ചോര തോന്നില്ല. നീ ഒറ്റയ്ക്ക് കിട്ടാനിപ്പോ എന്താ വഴി? ഒറ്റയ്ക്ക് കിട്ടാൻ ഉത്തരം തെറിപ്പിച്ചിട്ട് കടിക്കുന്നൊരു ലിമിറ്റൊക്കെ വേണം. നമ്മളൊരു സഹകരണ മനോഭാവത്തോടെയാണ് നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട്? ടോബി അല്ല ടോഗോ, നമുക്കൊരു സഹകരണ മനോഭാവത്തിൽ പോയിക്കൂടെ? നീ പുറത്തു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. നീ പുറത്തു പോയാൽ മറ്റേ ആൾക്കാരെ കടിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഗേറ്റ് അടയ്ക്കുന്നത്. മനസ്സിലായോ? ഇവനിടയ്ക്കൂടെ സ്കിപ്പ് ചെയ്ത് പോക്കുണ്ടല്ലേ? ഈ എന്നോട് എഡ്വിൻ മച്ചാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ അവൻ ഇതിലെ ഇറങ്ങി പോയിട്ട് അവിടെ ഒരു ചേട്ടനെ കടിച്ച കാര്യമൊക്കെ പറഞ്ഞായിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ കുറച്ച് ചരിത്രമുള്ള ഡോഗാണ് കേട്ടാ. നല്ല ചരിത്രമുള്ള, നല്ല സൽസ്വഭാവിയും സൽഗുണന സമ്പന്നമായ ചക്കനാണ് തദ്ദവൻ. ഇതാ കിടക്കുന്നത്. അല്ല, കിടക്കുന്ന കിടപ്പ് കണ്ടാൽ ഞാൻ നല്ല പാവത്താൻ പോലെ അല്ലേ? പക്ഷെ ആള് അങ്ങനെ അല്ല കേട്ടാ. അവന്റെ വകുപ്പ് വേറെയാണ്. ഇവന്റെ ഒരു കുഞ്ഞൊരു ഫോട്ടോ ഞാൻ ചാടി കേട്ടോ. ഒരു കുഞ്ഞൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കണ്ടാൽ നമ്മുടെ ഈ എന്തായാലും നമ്മുടെ പൂച്ചപ്പട്ടി കുഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ എന്താ അതിന് പറയാ, പുൽപ്പട്ടി എന്ന് പറയാ. അതിന് രോമം ഇല്ലാത്തൊരു സാധനം, ഒരു പിങ്ക് ഒരു കുഞ്ഞു മൂക്കും ഇതുപോലെ ഒരു മറുകക്കാണ്ട് മൂക്കിലുണ്ടായിരുന്നു കേട്ടാ. അതാരാ? പെങ്ങളാണ് അതിനെ പിടിച്ചോണ്ടിരുന്നത്. കിടക്കുന്ന കിടപ്പുണ്ടാ. മറ്റേ പിറ്റ്ബുള്ളിന്റെ ക്രോസ് ആണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അങ്ങനത്തെ ഒരു ക്രോസ് ഉണ്ട്. അവന്റെ ആ ബോഡിയൊക്കെ ഒരു മസ്കുലർ ബോഡി അല്ലേ? മച്ചാനെ ഇതുപോലെ കയറി അതായത് ഇവന്റെ ഇതുണ്ടോ മച്ചാനെ, ഇതൊന്ന് കാണിച്ചു കൊടുത്ത ഇതുണ്ടാ, പല്ല് കണ്ടൊരു പാടാണ്. കയറിയായിരുന്നു ഇങ്ങനെ മൊത്തം കയറിയിട്ട്. മോനെ നീ ഇങ്ങോട്ട് വരുന്നത്, ഞാൻ അങ്ങോട്ടു. നിന്നെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു. കാരണമല്ല, ഒരു കുഞ്ഞ് പുറത്ത് വെപ്പുണ്ട് കേട്ടോ. അപ്പൊ അവന്റെ അടുത്ത്, അതായത് നമ്മൾ ഈ റോഡ് സൈഡ് തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് അവനൊരു അറ്റാച്ച്മെന്റ് തരാതെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ നോക്കാൻ പോകുന്നു. പിന്നെ ക്യാമറ എടുക്കുന്ന ആൾ അടുത്തുണ്ട്. അങ്ങനെ കുറെ പേരൊക്കെ അടുത്തുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീൽ അവന്റെ മുഖത്ത് കാണുന്നുണ്ട്. നമുക്കൊരു ഇത് കൺട്രോൾ തരാത്ത രീതിയിലേ. കടീന്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കടാ, കേറട്ടാ. സമയം പോന്ന് 25 മിനിറ്റിനുള്ളിൽ നമുക്ക് പോകാൻ പാടില്ല. മനസ്സിലായല്ലോ?
അവിടെ കിടന്നോ, അത് കിടന്നോ, ഞാൻ അവിടെ നിന്ന് എടുത്തിരിക്കാം. അവിടെ കിടന്നോ, അവിടെ ഇരിക്കി, സിറ്റ്. അത് തന്നെ. ഇതിപ്പോ എങ്ങനെയാ, നിനക്ക് ഓടി വരാനുള്ള പൊസിഷനിലാണല്ലോ നീ ഇരിക്കുന്നത്. നീ കയറി വരട്ടെ അങ്ങോട്ട്. ഇപ്പം ഇവരെ കൺട്രോൾ ചെയ്യുന്ന പോലെയാണ്. ഇവന്റെ വഴിക്ക് വേണം നമ്മൾ നിൽക്കാൻ. ആ ലെവലാണ്. നമ്മൾ ആ കൈ കാണിച്ചപ്പോൾ കണ്ടോ, അവൻ വന്ന് ഒരു ആക്ഷൻ കാണിച്ചപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയാം. നമുക്ക് ഫേസ് ടു ഫേസ് നമ്മൾ കാണുന്നുണ്ട്, മനസ്സിലാവും. ആ ഒരു ക്യാരക്ടറായിട്ട് അവന്റെ ഇത് മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കുറേ നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂ വരാറുണ്ട്. ഇങ്ങനത്തെ കുറേ ഡോഗുള്ള ആൾക്കാർ പറയാറുണ്ട്. അപ്പം നമ്മൾ ചില സാഹചര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ നമ്മുടെ പെറ്റായിട്ട് വളർത്തുന്ന ഒരു ഡോഗ്, ആ ഡോഗ് ഇങ്ങനൊരു ക്യാരക്ടർ മാറി വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. നമ്മൾ പെട്ടെന്ന് സിമ്പിളായിട്ട് അങ്ങ് വിടും, കുഴപ്പമില്ലല്ലോ. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്കത് പെട്ടെന്നൊരു വയ്യാവിലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചിന്തിക്കേണ്ട വെച്ചാൽ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇവൻ ആദ്യം പെറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെറ്റായിരുന്നു. ഇവരുടെ വീണ്ടും ഉള്ളിൽ തന്നെ അവൻ കിടക്കുന്നത് കേട്ടോ. കിടക്കുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും ഉള്ളിലാണ്, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉള്ള ഡോഗല്ലായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക് ഇവൻ കൈ കൊടുത്തപ്പോൾ എങ്ങനെയായിരുന്നു അല്ലേ, അങ്ങനെ ഉണ്ടല്ലേ, കൈ മച്ചാനിടയ്ക്ക് അറിയാലോ, ബ്ലോഗിന്റെ പരിപാടി പിന്നെ വർക്കും ഉണ്ട്. അങ്ങനെ കടലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് ദിവസമൊക്കെ കാണാതിരുന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞ് കാണാൻ നേരത്ത് പിന്നെ നമ്മ ആദ്യം ഇഷ്ടപ്പെടാത്ത രീതി കാണിച്ചു മനസ്സിലാവും. അത് കഴിഞ്ഞ് പിന്നെ മുരട്ടലാണ് സിഗ്നൽ. അതായത് അങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ. അതായത് ഇവര് സിഗ്നൽ കൊടുക്കും ആദ്യം. ഞാനിപ്പോ നിന്നെ തീരുമാനം ആക്കൂടാന്ന് പറഞ്ഞ സിഗ്നൽ കൊടുത്തിട്ടാണ് പുള്ളി, അതായത് എഡ്വിൻ മച്ചാൻ അവനെ തൊടാനൊക്കെ പോകുമ്പോ അവനെ ഒന്ന് സൗണ്ടൊക്കെ ഒന്ന് മാറ്റി, നീ ഇച്ചിരുന്ന് മാറിയെന്നോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, ഞാൻ ഒന്നാമത് BP കയറിയിരിക്കാനുള്ള രീതിയിലാണ് ആശാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് അവൻ. അപ്പം ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 22 മിനിറ്റ് അല്ലേ, 23 മിനിറ്റാണ് ഈ വീഡിയോന്റെ ടോട്ടൽ നമ്മൾ ഇൻട്രോ മുതൽ അവസാനം വരെയുള്ള ടൈം. അപ്പൊ ഇത്ര നേരമാണ് നമ്മൾ ഇവന്റെ അടുത്ത് സ്പെൻഡ് ചെയ്തത്. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഗേറ്റ് തുറന്ന് നിൽക്കാം എന്ന്. കാരണം ഇതിൽ വേറെ 1-2 കാര്യമുണ്ട്. ഇപ്പൊ നമ്മളൊരു വീഡിയോ എന്ന് പറയുമ്പോൾ, ഇപ്പൊ എനിക്ക് നമ്മുടെ കടൽക്കൊമ്പൻ മച്ചാനാണ് വീഡിയോ വന്നത്. ആ മച്ചാൻ അവിടെ ഇരിപ്പുണ്ട്. ഈ പറഞ്ഞ കുറെ ആളുകൾ ഇവനിടയ്ക്കിടയ്ക്ക് നമുക്ക് കോൺടാക്ട് തരുന്നു. അപ്പൊ തന്നെ അതിലെ ആൾക്കാർ പോകുന്നു, അവൻ വീണ്ടും അങ്ങോട്ട് പോകുന്നു. ചില സീക്വൻസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. ഇടയ്ക്ക് നമുക്കൊരു ഒന്ന് വഴങ്ങിയിട്ട്, ഇവൻ അങ്ങനെ വഴങ്ങി തരുന്ന ടൈപ്പ് അല്ല. എന്നോട് ഒരുത്തനും വഴങ്ങണ്ട എന്നുള്ള, അവന്റെ അടി നിന്നാൽ മതി എന്നുള്ള ടൈപ്പാണ് അവന്റെ സ്വഭാവ രീതി മൊത്തം കാണിക്കുന്നത്. എന്റെ കാലിലേക്ക് വന്ന ബൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ ആ രീതിയും കണ്ടില്ല. ഞാനൊന്ന് വന്ന് ഞാൻ വേണം തരും, നിനക്ക് കടി നിനക്ക് തന്നിട്ടേ നിന്റെ ഉള്ളിൽ കയറ്റുള്ള രീതിയിലാണ് ആശാന്റെ ഒരു പെരുമാറ്റം. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം അവനുണ്ട്, പ്രത്യേക ഒരു ക്യാരക്ടർ ആട്ടോ. അപ്പൊ ഇതിലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ ഡോഗ് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റിലേക്ക് നമുക്ക് എത്തിച്ചു തരുന്നില്ല അവൻ. ആ ഒരു കണ്ടോ, അവന് എപ്പോഴും ഇതിലെ ആളുകൾ പോകുന്നുണ്ടോ, വണ്ടി പോകുന്നു, സൗണ്ട് പോകുന്നു, അവൻ ഇതാക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഓക്കെ, ഈ പറഞ്ഞ പെട്ടെന്ന് നമ്മളോട് ഒന്ന് അടുക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ഇതിപ്പം ഗേറ്റ് ആണ് കണ്ടില്ലേ, അവൻ നമ്മളെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ അങ്ങോട്ടാണ്. അപ്പൊ നമ്മൾക്ക് പിന്നെ ഈ പറഞ്ഞ ഇത്ര ആളുകൾ നിൽക്കുമ്പോൾ ഞാനേതാ, ഇവന്റെ ശത്രു ഏതാ, ഇവന്റെ മിത്രം ഏതാ, ഇവിടെ ആർക്കിട്ട് കടിക്കണം, ആരെ കടിക്കരുത് എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ ആശാനുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ ഗേറ്റ് തുറന്നിങ്ങനെ നിൽക്കാം. ഈ ഒരു ഇതിൽ അവൻ ഓടി വന്നിട്ട് നമുക്ക് വേണം അറ്റാക്ക് ചെയ്യാം. ആ ഒരു ലെവലിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. എപ്പോൾ വേണം, ഇപ്പൊ ഗേറ്റ് അടച്ചാലും കിട്ടില്ല. പക്ഷെ പുറത്ത് പോകാൻ പാടില്ല, അങ്ങനെ സീനുണ്ട്. പുറത്തു പോയ ഇത്രയും പേര് ആൾക്കാരുണ്ടല്ലോ. നമ്മളൊരു വീട്ടിൽ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഡോഗ് നമ്മളെ ബൈറ്റ് ചെയ്യാതിലും, ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ പഴയ ഒരു വീഡിയോയിൽ നമ്മുടെ രാജപാളയെ നമ്മളെ ബൈറ്റ് ചെയ്തു. അപ്പൊ അവിടുന്ന് പുള്ളി പറഞ്ഞുള്ളൊരു കാര്യമുള്ളൂ, രാജപാള എന്റെ കയ്യിൽ നിന്ന് കടിച്ചാലും എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെന്നാ കടി കൊണ്ടിട്ടാണെങ്കിൽ നമ്മൾ അതായത് പിടിച്ചു കൊടുക്കേണ്ട വന്നല്ലോ. ഇവന് ചങ്ങലൊന്നും കഴുത്തലില്ല, വിട്ടുപോയ ഒറ്റ പോക്കാന്ന് പറഞ്ഞേ. പോയിട്ട് നാട്ടുകാർ നമ്മളൊരു വീഡിയോ എടുക്കാൻ വന്ന് കടിച്ചാലേ നാളെ ഇത് ചീത്തപ്പേര് കേൾപ്പിക്കണ്ടല്ലോ. ഞങ്ങളെ അവനെ ചങ്ങലിട്ടിട്ട് ഒരു വേറെ ഒരു അവൻ തരുന്നില്ല, നമുക്കൊരു കോണ്ടാക്ട് തരുന്നേ ഇല്ലാണ്ടല്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നു, പോരുന്നു. അപ്പൊ ആൾക്കാർ ഇതിലെ വരുന്നു, അവന്റെ സ്വഭാവം മാറുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവം. അവര് തരുന്നില്ല. മൂപ്പര് ചങ്ങല പുറത്തേക്ക് പോകാനായിട്ടില്ല. ആശ ഇതൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് അങ്ങനെ ഒന്ന് പിടിച്ചോ, അങ്ങനെ പിടിച്ചോ, പുറത്തേക്ക് വിടണ്ട. പിടിച്ചോട്ടോ, പുറത്തേക്ക് വിട്ടെ, പിള്ളേരുണ്ടേ. ചേച്ചി വരുന്നു. അടാ ഞാൻ ഉള്ളിലേക്ക് വരട്ടാ, പുറത്തേക്ക് പോകാൻ സമയമായിട്ടില്ല, ഉള്ളിലേക്ക് വരട്ടെ. ഇവനെ ലീഷ് വാക്കിങ് കൊണ്ടിട്ടുണ്ടോ നിങ്ങള്? ആണോ? ചങ്ങലിക്കാൻ ഇതിപ്പോ ഞാൻ മാങ്ങി ചങ്ങല
കേട്ടാ ചങ്ങല വാങ്ങി ചങ്ങല വാങ്ങിയപ്പോഴും പക്ഷെ പവർ ചങ്ങലയിലാണെന്ന് പവറല്ല. ആ മെരിങ്ങാൻ തരുമ്പോ നമുക്കൊരു വീഡിയോയ്ക്ക് ഒരു അടി വാങ്ങാം. അല്ലാതെ ഇപ്പൊ എന്താ വേണ്ട നിക്കട്ടെ. എങ്ങനെ അങ്ങനെ നിലവിൽ അനുഭവം ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. മാറിയെന്നോളാം, നിങ്ങൾ മാറിയെന്നോളാം. വാ 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 വാ. ഉള്ളി കയറ്റി ഞാൻ ഉള്ളി കയറ്റാ ഞാൻ ഉള്ളി കയറാം. മച്ചാ ഉള്ളി കയറ്റി ഞാൻ ഉള്ളി കയറാം. ഉള്ളി കുറുക്ക് പിടിച്ചാ അങ്ങോട്ട് കയറിക്കും. ഉള്ളി കയറിക്കും. ആ പിടിച്ചിട്ടോ. ഞാൻ ഇവിടെ ഇരിക്കട്ടെ നിൽക്കുക. ചോര അത് കുഴപ്പമില്ല. ബൈറ്റ് നമ്മള് പ്രതീക്ഷിക്കുന്ന ഇവിടെ ഇരിക്കട്ടാ. കഴുകാൻ കുഴപ്പമില്ല. ബൈറ്റപ്പ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. അവനെ നമ്മളെ ഇറക്കി പുറത്തേക്ക് നോക്കി. പക്ഷെ നമ്മളോട് അവൻ അത്രയൊരു എന്താ പറയാ അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ല. കണ്ടില്ലേ ബൈറ്റ് ചെയ്ത് വന്നായിരുന്നു കേട്ടോ. പക്ഷെ വേറെ കാര്യമുണ്ട്. ആ വീഡിയോ നമ്മൾ റീവൈൻഡ് നോക്കി അറിയാം. ഇപ്പൊ ഇറങ്ങി ഉടനെ 3-4 പേരെ കണ്ട് എല്ലാരെയും കൂടെ. ഇപ്പൊ പിന്നെ അന്താളിപ്പായി. സാധാരണ നമ്മുടെ ഒപ്പം ബൈറ്റ് ചെയ്ത് പോകാനുള്ള ഒരു തുണി കന്നു ചേച്ചി. കൈക്കൊരു ബൈറ്റ് ഇട്ടാ അത് സോപ്പിട്ട് കുഴപ്പമില്ല. നമ്മുടെ ചെക്കനല്ലേ. ബൈറ്റ് ഏത് സമയവും നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരുന്നു. ഇതിനൊക്കെ ഒരു വൈൻഡപ്പ് വേണമല്ലോ. അത് ഡു ഓർ ഡൈ ആയിരുന്നു അച്ഛനെ. പുറത്തിറക്കുക, കടിച്ചില്ലെങ്കിൽ ഓക്കെ, കടിച്ച പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങി വന്ന് അവിടെ ജസ്റ്റ് നമ്മളപ്പം അങ്ങോട്ട് തിരിഞ്ഞില്ലേ. ആ തിരിയുമ്പോൾ ഓൾറെഡി ഇപ്പൊ എല്ലാം ഇത്രയും റഷ് നിൽക്കുവാണല്ലോ. ഇപ്പൊ ഇവന് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഈ മൊത്തം കാണുന്ന ആൾക്കാർ. അപ്പൊ അവൻ നമുക്ക് ഒരിക്കലും ഒരു കോണ്ടാക്ട് തരില്ല. നമുക്ക് ഒരു അത് നമ്മൾ എത്ര നേരം നിന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മളോട് കുറച്ച് അടങ്ങി വരുന്നതിന് അപ്പൊ തന്നെ വേറെ ആള് വരുന്നു, എല്ലാരും വരുന്നു. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റിലേക്ക് അവൻ വരുന്നില്ല. ഇല്ലടാ അല്ലേ നീ കടിച്ചത് കേട്ടാ. എത്ര പല്ല? 1 2 പിന്നെ ഇവിടെ 3 പല്ലിട്ടാ. 3 പല്ലാണ് എന്റെ. ആശാ നമ്മൾ വിചാരിച്ച ടെററല്ല കേട്ടോ, വേറെ ടെററാണ്. കാരണം ഇപ്പം നമ്മളോട് അങ്ങനെ ഒരു ഇതിലേക്ക് വരില്ല. പിന്നെ നമ്മൾ ഞാനത് ഡു ഓർ ഡൈ ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ എൻഡ് വേണമല്ലോ. നമ്മുടെ എങ്ങനത്തെ എത്രത്തോളം അവൻ അടുക്കില്ലോ നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. പിന്നെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ നമുക്കൊരു ഇതിലേക്ക് തരില്ല. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ട് ഇവിടെ നിലവിൽ. പിന്നെ നമുക്കൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. അപ്പൊ ഇത് നടക്കൂ ഇല്ലോ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്യാമറ ഇവിടെ പോയി. അപ്പൊ ഇത് അവൻ നമ്മുടെ കൂടെ നടക്കൂ ഇല്ലോ നോക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തേക്ക് ഇറക്കിയത്. നിങ്ങളിപ്പോ പറയും ഒരു കടി വാങ്ങി പുള്ളി അതിനു വേണ്ടി ആരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കടി വാങ്ങാൻ വേണ്ടി നമ്മൾ എന്തായാലും ഇറക്കൂലല്ലോ. അങ്ങനെയല്ല, പട്ടി എന്തായാലും കടിക്കും. നമ്മുടെ കടൽ കൊമ്പന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാം. അപ്പൊ നമ്മളേതായാലും പട്ടി കടിക്കും. നമുക്കത് കൺഫേം ആയി. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ മച്ചാനും വീഡിയോ ചെയ്യുന്ന ആളല്ലേ അല്ലേ. ആരെങ്കിലും ഇങ്ങനെ എന്തായാലും ആയെങ്കിലും നമുക്ക് ഈ വീഡിയോ ആരൊക്കെയാ നമ്മൾ 3 പേരിൽ അറിയുന്നുള്ളൂ അല്ലേ. ഈ നിങ്ങളുടെ അടുത്തേക്ക് വന്ന കാര്യം മച്ചാനും അറിയാം, എഡ്വിനും അറിയാം, എനിക്കും അറിയാം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് ആലോചിക്കാൻ നമ്മൾ 3 പേരാണ്. ശരിയല്ലേ? ഞാൻ ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇത് കടി ഇങ്ങോട്ട് പോയി നമ്മുടെ ക്യാമറ നമ്മുടെ പ്രഷർ പറയും ഇത് കടി വാങ്ങാൻ വേണ്ടി ചെയ്തല്ല. ഈ വീഡിയോക്ക് ഒരു വൈൻഡപ്പ് വേണം. അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ എല്ലാവരും വൈൻഡപ്പ് ഇടുന്നുണ്ട്. അപ്പൊ ഇവനെ നമ്മൾ ചെയിനിട്ട് പുറത്തേക്ക് കൊണ്ടുപോയെന്ന് വെച്ചാൽ നമ്മളെ കടിച്ചില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കടിച്ചാൽ കടി കൊള്ളൂ. അത് മാത്രമേ ഈ വീഡിയോ നമ്മുടെ വീഡിയോന്റെ അർത്ഥമുള്ളൂ. നമ്മുടെ കൂടെ അവൻ വരുമോ ഇല്ലെന്നും അത് മാത്രം നോക്കിയാണ്. അല്ലാടാ ഇവിടെ ഇരിക്കട്ടെ. ആണോ? അത് ശരി. നമ്മുടെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട് നിങ്ങൾ വാക്സിൻ എടുക്കുന്നവരാണെന്ന്. കാരണം
നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്ന ഡോഗ് എന്ന് പറഞ്ഞാൽ ഇന്നൊരു സുപ്രായത്തിൽ പെട്ടെന്ന് അഗ്രഷനായിട്ട് നാളെ പെട്ടെന്ന് ഒരു സുപ്രായത്തിൽ പെട്ടെന്ന് അഗ്രഷനായിട്ട് മനുഷ്യനെ കടിച്ച ഡോഗല്ല. ഇവൻ അഗ്രഷനോട് അഗ്രഷനാണ്, ആരെ കണ്ടാലും കടിയാണ്, ഇടയ്ക്കിടയ്ക്ക് കടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡോഗിൻ്റെ അടുത്ത് നിന്ന് ബൈറ്റ് കിട്ടുമ്പോൾ എനിക്ക് വിശ്വാസം കുറവുണ്ടെങ്കിൽ എനിക്ക് പോയി ഇഞ്ചക്ഷൻ എടുക്കാനുള്ളൂ. ഇതിപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും ഒരു അത്യാവശ്യം നമുക്ക് സി കാറ്റഗറി കടിയാണ് കിട്ടിയതുണ്ടോ അവിടെ ഇതണ്ട. പിന്നെ ഇത് അത്യാവശ്യം പല്ല് ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വെയിനിലാണ് കിട്ടിയിരിക്കുന്നുണ്ടല്ലേ. ഈ ഒരു കടി ബൈറ്റ് വന്നില്ലേ, ഈ ബൈറ്റ് വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഡോഗ് ബൈറ്റ് വരികയാണ്. ഇപ്പം എനിക്ക് കിട്ടിയത് പല്ല് ഡയറക്റ്റ് ഇങ്ങനെ ഇറങ്ങിയതുണ്ടല്ലോ, 1, 2, 3 ഇത് കറക്റ്റ് വെയിനിലാണ് കിട്ടിയത്. ഈ വെയിനിലേക്കും പല്ല് ഇറങ്ങുക ചെയ്തേ, അതുപോലെ പുറകിലും. ഞാൻ ആ ബൈറ്റ് കിട്ടുന്ന സമയത്ത് ഈ ഏത് ഡോഗും കടിച്ചാൽ പിന്നെ തിരിച്ച് അവർ അങ്ങോട്ട് വലിക്കുക ചെയ്യുക, മനസ്സിലായ? അപ്പം നമ്മൾ തിരിച്ച് ഇതുപോലെ കൈ ഇങ്ങോട്ട് വലിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബൈറ്റിന്റെ സാധനം സ്ലോ മോഷനിൽ കണ്ടാൽ മതി കേട്ടോ. തിരിച്ച് വലിക്കാൻ പോയാൽ ഇവിടെ കീറാം സിമ്പിൾ സോഫ്റ്റ് ആയ ഭാഗമല്ലേ, അപ്പം നമുക്ക് കീറും. പിന്നെ രണ്ടാമത്തെ കടികളൊക്കെ നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ പറയുക, സാധാരണഗതിയിൽ ഇപ്പം മച്ചാൻ ഈ കടി വരുമെന്ന് വിചാരിക്കുക. ഇപ്പം ലീഷ് കയ്യിലുണ്ടെങ്കിലും മച്ചാൻ ലീഷ് വിടും, സ്വാഭാവികമായിട്ട് നമ്മൾ ലീഷ് വിടുമല്ലോ, പിന്നെ നമ്മൾ ഓടാനല്ലേ നോക്കുള്ളൂ. അപ്പം അങ്ങനെ സംഭവിക്കുകയൊക്കെ നമുക്ക് ബൈറ്റ് കൂടും. അപ്പം നമ്മൾ പരമാവധി ഒരു ഡോഗ് നമ്മളെ ബൈറ്റ് ചെയ്യാൻ വരുമ്പോൾ ഒന്നെങ്കിൽ നിന്ന് കടി കൊള്ളുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട്, ഡോഗിനെ ഹോൾഡ് ചെയ്യുക. ഈ 2 കാരണങ്ങളുള്ളൂ. പിന്നെ ഇതിനെ നിങ്ങൾ ആരും ക്രിറ്റിസൈസ് ചെയ്യുന്നു വേണ്ട, ഇത് നമ്മുടെ ഒരു കണ്ടന്റ് ആണ്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അത് ഞാൻ മറ്റൊരാളും പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ തീരും, ചിലപ്പോൾ കിട്ടാതെ തീരും. അപ്പോൾ എന്തായാലും എഡ്ബി മച്ചാൻ്റെ അടുത്തുള്ള ഡോഗ് കടിക്കും, അത് കൺഫേം ആയി. അതിപ്പോൾ ഞാനെന്നല്ല ആരും വന്നാലും കടി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒരു കണ്ടന്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഒരു കടിയിൽ നിന്ന് നമ്മളങ്ങ് തീർത്തു എന്ന് വെച്ചാൽ മതി. പിന്നെ എന്താ പറയുക, ഒരു കുറച്ചും കൂടെയൊക്കെ നമുക്കൊരു പ്രൈവസി ഉണ്ടെങ്കിൽ ചിലപ്പം ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ടോ, പ്രൈവസി കൊണ്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും. ഈ പറഞ്ഞാൽ ഈ ആരുമില്ല, ക്യാമറമാൻ മച്ചാനാണെങ്കിലും ഞാനും മാത്രമാണ് ചിലപ്പോൾ നടന്നേനെ, ഈ പുറത്തുള്ള റഷോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ കൂടിൻ്റെ പുറകിലായിരുന്നെങ്കിൽ, ആ വീടിൻ്റെ പുറകിലായിരുന്നെങ്കിൽ പ്രൈവസി കൊണ്ട് ചിലപ്പോൾ നടന്നേനെ. നടക്കാത്തതും ഈ ഇവനേക്കാളും ടെററായിട്ടുള്ള സംഭവം നമ്മൾ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഓരോ ലെക്കാണ്. ഇത് ഇന്നത്തെ സംഭവത്തിൽ ലെക്കില്ല, അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലടാ, അല്ലേ? കടിച്ചിട്ട് കിടക്കണല്ലേ കുരുപ്പ്. എന്നാ വേറെന്താ സ്ഥിതി? എന്താ സ്ഥിതി? കടിക്കും. കൊറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് പട്ടിക്കടി ലൈവായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞോ? അത് നീ ഇവിടെ ഉണ്ടായിരുന്നോ? കടിക്കുമ്പോ കാണുന്നുണ്ടായിരുന്നോ? ആണോ? ഇനി ഞങ്ങൾ ആ വീഡിയോ ഞങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കട്ടെ. സാധനം കയറിപ്പോയോ? അല്ല, മൂന്നാമത് ഈ കടി കഴിഞ്ഞ് രണ്ടാമത്തെ കടി കൊള്ളില്ല നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. കൊള്ളിക്കാതിരിക്കാനുള്ള വഴികളൊക്കെ നമ്മുടെ ഉണ്ട്. പിന്നെ മച്ചാൻ അതിനുമ്പോ ഒന്ന് വന്നിട്ടാ പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എഡ്ബി മച്ചാൻ അടുത്തൊരു കടിയനുണ്ട്. ഈ വീട്ടിലേക്ക് ആൾക്കാർ വന്ന് കയറുമ്പോൾ ടാറ്റ ബൈ ബൈ. ഈ വീട്ടിലേക്ക് ആൾക്കാർ വന്ന് കയറി പോകുമ്പോൾ കയറിയ ആള് വേറെ ലെവലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡോഗുകളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. അപ്പോൾ ഇതിൽ വേറെ ഒന്നും പറയാനില്ല. എൻ്റെ കടി കിട്ടിയ സാധനം മാറ്റി വെക്കുക. പിന്നെ എഡ്വിൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, തുടക്കത്തിൽ ഇവന് സംഭവം ഉണ്ടായിരുന്നു, അത് മാറ്റിയെടുക്കാൻ ഇവരെ കൊണ്ട് പറ്റിയില്ല. അപ്പം നമ്മുടെ കയ്യിൽ ഞാൻ ശരിക്കും പറയുമ്പോൾ നമ്മുടെ ബ്രീഡ് ഡോഗുകളല്ല കേട്ടോ, നാടനമായിട്ട് ക്രോസുള്ള ഡോഗുകളുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അവരുടെ ക്യാരക്ടർ മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ശ്രദ്ധിക്കണം. നേരത്തെ നിങ്ങൾ ക്യാരക്ടർ മാറ്റാൻ ശ്രമിക്കണം. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ തെരുവിൽ നിന്ന് ഡോഗുകളൊക്കെ എടുത്ത് വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡോഗുകൾക്ക് ഇതുപോലെ ക്യാരക്ടർ മാറാറുണ്ട്. അത് മാറാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ അമ്മമാരൊക്കെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാരെ തല്ലുവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ ക്യാരക്ടർ ഫോമായി വരുന്നത് നമ്മളൊരു 10-18 വയസ്സാകുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടർ മാറി വരിക. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളിപ്പോൾ സയൻസ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു നാടൻ ഡോഗിനെ നമ്മൾ വാങ്ങുമ്പോൾ തെരുവിൽ നിന്നൊക്കെ എടുക്കുന്ന ഡോഗുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ശരിക്കും ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മ ഡോഗ് ഒരുപാട് ഡോഗുകൾ ഫൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഭക്ഷണം തേടുക. അപ്പോൾ ആ ഒരു സീൻ ഇവരുടെ കുട്ടികളുടെ ഇതിലുണ്ടാവും. അത് ഒരു 6-7 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഈ ഡോഗുകളിൽ ആ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് വരിക. അപ്പം നമ്മൾ ചിലർ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മടിയിരുത്ത് വളർത്തിയാണ്, അതായത് ഡോഗിൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്, ഒരു 6-7 മാസം കഴിഞ്ഞ് അവൻ്റെ ക്യാരക്ടർ മാറി എന്ന് പറയാറുണ്ട്. അത് ഇതുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെയുള്ള ഡോഗുകൾക്ക് ക്യാരക്ടർ ഓട്ടോമാറ്റിക് മാറും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴാണോ മാറുന്നത് ആ മാറുന്ന സാധനം നമ്മൾ സിമ്പിളായിട്ട് തള്ളിക്കളയാതെ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കടിയിൽ നിന്ന് കുറേ സംഭവത്തിൽ നിന്ന് നമ്മുടെ വീട്ടുകാരെ കടിക്കുന്നുണ്ട്. നാട്ടുകാരെ കടിക്കുന്നതിന് പോട്ടെ, അവൻ്റെ സ്വഭാവം പിന്നെ അങ്ങനെ ആയി നോക്കാം. വീട്ടുകാരെ കടിയിൽ നിന്നൊക്കെ നമുക്ക് കുറേയൊക്കെ ഒഴിവാക്കി എടുക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കുക. വേറൊന്നും ആയിട്ട് ഈ വീഡിയോ കാണണ്ട കേട്ടോ, അല്ലേ? പോരെ? ഇനി നമുക്ക് വരണം. കടിച്ച ഡോഗിൽ നമ്മൾ രണ്ടാമത് ഇറക്കാതെ പോയിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇനി നമ്മൾ ഇവരെ ആരും വിളിക്കാൻ നമ്മൾ ഒരു ദിവസം വരും കേട്ടോടാ.
നമുക്ക് ഒരു ദിവസം ഇറങ്ങാം കേട്ടോ. നമുക്ക് ഇറങ്ങി ഈ വഴി കൂടെ നമുക്ക് മൂൺ വാക്കിംഗ് നടത്തണം. ആഹാ ഇത് ചോദ്യം അല്ലേ. നമുക്കൊന്ന് മൂൺ വാക്കിംഗ് നടക്കണം. ആരും ഇല്ലാതെ റഷും ഒന്നും ഈ പിള്ളേരോ കാര്യങ്ങളോ ഒരാളും ഇല്ലാതെ ഞാൻ ഒരു സെഡ്ബിനെ മാത്രം വിളിക്കാം, മച്ചാനെ വിളിക്കാം. നമുക്ക് ഒരു രഹസ്യമായിട്ട് നീ വരണ്ട, നിന്റെ കണ്ടാ കടിയെന്നാണ് മച്ചാനെ നമുക്ക് ഇതുപോലെ കയറ്റിയെടുത്തിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് മാറ്റിയെടുത്തിട്ട് ഇവരുടെ പേര് വിട്ടു എന്തായിരുന്നു? ടോഗോ. അപ്പൊ ടോഗോന്റെ സെക്കൻഡ് പാർട്ടിനോട് വെയിറ്റ് ചെയ്യുക. ടോഗോനെ ഞാൻ നടത്തിയിരിക്കും. ഓക്കെ.